ഒരു മടിയും കൂടാതെ. അവൻ അന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് ഒരു പാട്ട് പാടി. അന്ന് ഇങ്ങനെ ആയിരുന്നില്ല, അത് ഇതിനേക്കാളും, അതായത് ഒരു മാഷ് അവനെ എടുത്തു പൊക്കിക്കൊണ്ടായിരുന്നു അന്ന് പാടി. ഫറാൻ വന്നപ്പോ തന്നെ കുട്ടികൾക്ക് ഒരു ആവേശമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ വീഡിയോ നമസ്കാരം. പാട്ടുപാടി സോഷ്യൽ മീഡിയക്ക് തീയിട്ട ഒരു 1-ാം ക്ലാസ്സുകാരനെയാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കീഴരിയൂർ പഞ്ചായത്തിലെ കണ്ണോത്ത് UP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫർഹാനാണ് നമ്മുടെ കഥയിലെ താരം. ഇക്കഴിഞ്ഞ ദിവസം സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ ഫർഹാൻ പാടിയ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വല്ലാതെ ശ്രദ്ധ നേടുകയും വൈറലാവുകയും ചെയ്തു. ഏതാണ്ട് 25 ലക്ഷത്തിലധികം ആളുകളാണ് സ്കൂളിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വീഡിയോ കാണുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തു തന്നെയായാലും ഫർഹാനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫർഹാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചോദിക്കാം. ഇപ്പോൾ കണ്ണൂത്ത് UP സ്കൂളിലെ ആ 1-ാം ക്ലാസ്സുകാരൻ ഫർഹാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഫർഹാനെ, സുഖമാണോ? നേരെ ഒന്നും കുഴപ്പമില്ല. എന്താണ് എന്നിട്ട് പറയാനുള്ളത്? സുഖമായിട്ടിരിക്കുന്നു. എന്താ പറയാനുള്ളേ? ഒന്നും പറയല്ലേ? അതാ പാട്ട് പാടിയത് എന്താ? എന്ത് പരിപാടിക്കാ പാട്ട് പാടിയത്? മൈക്കിളോട് പാട്ട് പാടിയതാണ്. ആഹാ. എന്നിട്ട് പാട്ട് പാടിയിട്ട് വീഡിയോ കണ്ടോ? വീഡിയോ കണ്ടോ? ഫർഹാൻ ആ വീഡിയോ കണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ കണ്ടോ? ഇപ്പോൾ കണ്ണോത്ത് UP സ്കൂളിലെ അധ്യാപിക ലിനിഷ അവരാണ് ആ വീഡിയോ എടുത്തത്. ടീച്ചറെ, അന്ന് ഗംഭീരമായ ഒരു ആവേശമായിരുന്നു പാട്ടും ഒക്കെ ആയിട്ട്. അപ്പൊ എന്താ ആ വീഡിയോ എടുത്തത്? ഫറാൻ ഞങ്ങളുടെ ഒരു കുഞ്ഞു കലാകാരനാണ്. ഇതിന്റെ മുന്നേ തന്നെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മുന്നേ ഒരു പരിസ്ഥിതി ദിന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികളോട് ആർക്കെങ്കിലും പാട്ട് പാടാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫറാൻ പെട്ടെന്ന് തന്നെ ഒരു മടിയും കൂടാതെ, അവൻ അന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഒരു പാട്ട് പാടി. അന്ന് ഇങ്ങനെ ആയിരുന്നില്ല, അത് ഇതിനേക്കാളും, അതായത് ഒരു മാഷ് അവനെ എടുത്തു പൊക്കിക്കൊണ്ടായിരുന്നു അന്ന് പാടി. അതെ. അന്ന് കല്യാണി സോങ് ആയിരുന്നു അവൻ പാടിയത്. അന്ന് തന്നെ നമ്മുടെ സ്കൂൾ മൊത്തം അവനെ നോട്ടമിട്ടതാണ്. കുട്ടികളെല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു. അപ്പൊ അവന്റെ ആ ഒരു പാടുമ്പോൾ ഉള്ള ആവേശം നമുക്കറിയാം. അപ്പോ കഴിഞ്ഞ ദിവസം അതേപോലെ വിദ്യാരംഗം കലാവേദിയുടെ ക്ലബുകളുടെ ഉദ്ഘാടന ഒരു വേദിയായിരുന്നു അത്. അന്നേരത്ത് ഫറാൻ വന്നപ്പോ തന്നെ കുട്ടികൾക്ക് ഒരു ആവേശമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ വീഡിയോ അതെ, എന്തോ ഒന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഞാൻ പൊതുവെ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ പകർത്താൻ നോക്കും. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, ഒരാൾ മാത്രമല്ല. പൊതുവെ സ്കൂളിലെ വീഡിയോസ് എടുക്കാറുണ്ട്. ഇങ്ങനെ ഓരോ പരിപാടിയിലുള്ള വീഡിയോസ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ വീഡിയോ എടുത്തതാണ്. പക്ഷെ അത് ഇത്രയും ഒരു വൈറൽ ആവുമെന്നോ? 25 ലക്ഷം പേരാണ്. അതെ. അപ്പോ അങ്ങനെ എടുത്തു തുടങ്ങിയപ്പോ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ആവേശം അതായിരുന്നു ശരിക്കും. അപ്പൊ കുട്ടികളെ, ഇവനെ മാത്രമല്ല കുട്ടികളും ആ വീഡിയോയില് ഒന്നിച്ച് പകർത്താൻ കുട്ടികളെ ഏറ്റു പാടുന്നുണ്ടായിരുന്നു. അത് അവനൊരു ആവേശമായിരുന്നു. ഫറാൻ വൈറലായി.
ചാമ്പക്ക ചുണ്ടുന്നൽ ചെമ്പക്ക പോത്തും ചാമ്പക്ക നല്ല ചെമ്പക്ക പോത്തും ചെമ്പകടി കച്ചറും ബെജാറ് ബെജാറ് ഒരു വട്ടം മേട്ടിച്ചാടി രണ്ടാം വട്ടം പൂട്ടിച്ച മൂന്നാം വട്ടം ഇപ്പൊ തറി അവളുടെ നോത്തും ഇപ്പൊ തറി കല്യാണം ഒരു നിന്ന് പാടും ഒരു പാടും. ക്യാമറയും മൈക്കും കണ്ടപ്പോൾ ആദ്യം ഒന്ന് പകച്ചെങ്കിലും ക്ലാസ് മുറിയിൽ കൂട്ടുകാരുടെ മുന്നിലെത്തിയപ്പോൾ ഫർഹാൻ വീണ്ടും പൂർവാധികം ഊർജ്ജസ്വലനായി. ഈ കൂട്ടുകാരും സ്കൂളിലെ അധ്യാപകരും തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ പിന്തുണയും ശക്തിയും. ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനും നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ഫർഹാന് സാധിക്കട്ടെ.